ചോദിച്ചു ചോദിച്ചു ഞാൻ നീങ്ങവേ, യാചിച്ചു യാചിച്ചു ഞാൻ പോകവേ, ചോദിച്ചു ചോദിച്ചു ഞാൻ നീങ്ങവേ, യാചിച്ചു യാചിച്ചു ഞാൻ പോകവേ, യാത്രയിൽ ക്രൂശിൽ ചെന്നു ഞാൻ, ചെയ്തവൻ പൊന്മുഖം കണ്ടു ഞാൻ, യാത്രയിൽ ക്രൂശിൽ ചെന്നു ഞാൻ, ചെയ്തവൻ പൊന്മുഖം കണ്ടു ഞാൻ. എൻ പ്രാണനേശു, എൻ സ്വന്തമേശു, എൻ ജീവനേശു, എൻ എല്ലാം യേശു. വോയിസ് ഓഫ് ലവിൽ കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ചാട്ടെ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. തൊട്ടു മുകളിൽ പറയുകയാണ്, മക്കൾ അപ്പം ചോദിച്ചാൽ, മീൻ ചോദിച്ചാൽ, അമ്മേൻ കല്ല് കൊടുക്കുമോ പാമ്പിനെ കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യത്തില്ല. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, ദോഷികളായ നിങ്ങൾ. അപ്പോൾ നമ്മുടെ അകത്തൊക്കെ പെർഫെക്റ്റ് അല്ലാത്തൊരു ലൈഫുണ്ട്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ദോഷികൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ദൈവം സൽഗുണപൂർണ്ണനാണ്. അവൻ പെർഫെക്റ്റായ ദൈവമാണ്. അപ്പൊ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മകളെ കൊടുക്കും. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മ തരികയോ ഉയർച്ച തരികയോ സമ്പത്ത് തരികയോ ഒന്നുമല്ല കേട്ടോ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ ആഴത്തിലുള്ള കാര്യം നമ്മളെ മക്കളാക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദോഷികളായ നിങ്ങൾ, അപ്പം ജഡപ്രകാരമുള്ള മക്കൾ, അതുപോലെ തന്നെയാണ് ആത്മീയ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ആ ദൈവത്തിൻ്റെ മക്കൾ ആയിക്കഴിഞ്ഞാൽ സ്തോത്രം എത്ര അധികം നന്മ തരും എന്നാ പറഞ്ഞു. അധികമായ നന്മകൾ തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഏറ്റവും അധികമായ നന്മകളാൽ നിറയപ്പെടും. അങ്ങനെ വചനം കിടക്കുന്നത് എത്രയധികം നന്മ കൊടുക്കും. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ഈ വചനത്തെ ആ നന്മ ഏതാണെന്ന് യഥാർത്ഥമായി പറയുകയാണ്. അതെന്താ പറയുന്നത്? എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. തന്നോട് യാചിക്കുന്നവർക്ക് അധികം പരിശുദ്ധാത്മാനെ കിട്ടും. പരിശുദ്ധാത്മാനെ അധികം കിട്ടുമ്പോൾ സകല നന്മയും കിട്ടും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ശേഷം പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുമ്പിലേക്ക് സമ്പത്ത് വരികയാണ്, ആൾക്കാർ വരികയാണ്. ആമേൻ. ജനം അവൻ്റെ നിഴലുകൾക്ക് വില വരികയാണ്, അവൻ്റെ വാക്കുകൾക്ക് വില വരികയാണ്. അവൻ പോകുന്നത് കാത്ത് വഴിയോരങ്ങൾ ജനങ്ങൾ നിൽക്കുകയാണ്. അവൻ്റെ ലൈഫ് മുഴുവൻ അങ്ങ് വിലയേറിയതായി മാറുകയാണ്. നമ്മളെ വിലയുള്ളവരാക്കിയും വിലയേറിയവരാക്കി മാറ്റുന്നതും നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളെ ഉറപ്പിക്കുന്നു, അമേൻ, നമ്മൾ അപ്പനും മക്കളുമാണ്. സ്വർഗീയ പിതാവ്, ആ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ. ഇതൊരു വലിയ ബന്ധമാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കാം. പിതാവേന്ന് വിളിച്ച് ചോദിക്കണം കേട്ടോ.
നമ്മുടെ ദൈവത്തിന് പല പേരുകളുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് അപ്പാ എന്ന് വിളിച്ചുള്ള നിങ്ങളുടെ പ്രാർത്ഥന. യെസ്, അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ശീലിക്കുക. സ്തോത്രം. കാരണം ഇത് വലിയ ബന്ധമാണ്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ പിതാവേ. അതുപോലെ ഈ ദിവസങ്ങളിൽ ആ ബന്ധത്തിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാം. അധികം നന്മ കിട്ടും, ഉറപ്പായിട്ടും അധികം നന്മ. നിങ്ങൾ ചെയ്യുന്ന എല്ലായിടത്തും ഒരു പ്രോഗ്രസ് ഉണ്ടാകും, ഒരു പ്രോസ്പെറിറ്റി ഉണ്ടാകും, അധികം ഉണ്ടാകും. ആ ആണ്ടിൽ വിതച്ചു 100 മേനി കൊയ്തു, അധികം. കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പിതാവെ, കർത്താങ്ങയുമായുള്ള ബന്ധത്തിൽ വളരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുമായുള്ള ബന്ധത്തിൽ വളരുമ്പോൾ സകലതും അധികമായി നൽകി അധികം നന്മയാൽ തൃപ്തി വരുത്തുന്ന ദൈവത്തിന് നന്ദി പറയും. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അധികമായ ഒരു അളവ് ഇവരിലേക്ക് വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വിലയേറിയവരായും മൂല്യമുള്ളവരുമാക്കി മാറ്റുന്ന അങ്ങാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മൂല്യത്തെ വർദ്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഇവർക്ക് അധികമായൊരു വളർച്ച ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇവരുടെ ബന്ധങ്ങളെ വർദ്ധിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പനും മക്കളുമായുള്ള ബന്ധത്തിൽ വർദ്ധിച്ച് ആ ബന്ധത്തിൽ നിന്ന് അധികം നന്മ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അധികം നന്മ പ്രാപിക്കട്ടെ. ഇവരുടെ ലൈഫിൽ ഒരു അധികം നന്മ ഉണ്ടാകട്ടെ, അധികം പരിശുദ്ധാത്മ ഉണ്ടാകട്ടെ. ഇത് അങ്ങയുടെ മക്കളായിരിക്കാൽ, അങ്ങയുടെ പ്രിയപ്പെട്ടവരായിരിക്കാൽ ഇവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് ദേശത്ത് വർദ്ധിച്ചു വരട്ടെ. ഉയർത്തി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ അനുഗ്രഹം കൂടെയുണ്ട്. ധൈര്യത്തോടെ ഏൽപ്പിച്ച വേലയും ശുശ്രൂഷയും പൂർത്തീകരിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.